ഫ്രൈസ് നമസ്കാരം. നമ്മളിന്ന് ദുർസാഗർ വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ കൂടെ ഹളീനും ഞാനൊരു ചേച്ചിയുണ്ട്, പിന്നെ ചിടുങ്ങായ ഇവിടുന്ന് ഏകദേശം 2 മണിക്കൂർ യാത്ര ഉണ്ട്. അതായത് നമ്മൾ ട്രെയിനിൽ പോകുകയാണെങ്കിൽ ഇവിടുന്ന് 1 മണിക്കൂർ കുരം സ്റ്റേഷനിലേക്ക്, പിന്നെ അവിടെ നിന്ന് ട്രക്കിംഗ് ആണുള്ളത്. നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ സ്വന്തം വണ്ടിയിൽ 4 വീലർ ഉണ്ട്. 4 വീലർ നമ്മൾ പോകുന്നത്. നമ്മൾ 2 മണിക്കൂർ അങ്ങോട്ടും, പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ജീപ്പ് വിളിക്കേണ്ടി വരും. കാരണം അതിന് നടക്കണം, 9 കിലോമീറ്റർ നടക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. സമയം 9 മണി കഴിഞ്ഞു. ബാക്കി പോണ വഴി ബാക്കി വിശേഷം വന്നത്. നമ്മൾ സിറ്റിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ദുർസാഗർ വെള്ളച്ചാട്ടത്തിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ, അതായത് കൗണ്ടറിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് വേണം നമുക്ക് വണ്ടി ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ലൈഫ് ജാക്കറ്റ്സ് വാങ്ങിക്കണം. അപ്പോൾ അതൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ വേണം നമുക്ക് പോകാൻ കേട്ടോ. ഓക്കെ, ഇവിടെ നമുക്ക് എൻട്രി ഫീ വരുന്നുണ്ട്. എൻട്രി ഫീ അതുപോലെ തന്നെ ഇവിടുന്ന് ജീപ്പിന് 500 രൂപയാണ് എഴുതിക്കാനുള്ളത്. ഒരാൾക്ക് 500 രൂപ. പിന്നെ ലൈഫ് ജാക്കറ്റിന് 40 രൂപ. ഫോറസ്റ്റിൻ്റെ 100 റുപ്പീസ്. അതായത് കാട്ടിലേക്ക് കയറാൻ വേറെ ഫീ ഉണ്ട്. അഡൽട്സിനും കുട്ടികൾക്കും വേറെ ഫീ ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. അതാണ് അവിടെ കാണിച്ചത്. ഇവിടെ പോകുന്നുണ്ട്. അപ്പോൾ എനിക്ക് എത്ര ആവും നമുക്കറിയില്ല. എന്തായാലും അന്വേഷിച്ച് നോക്കാം എത്ര ടോട്ടൽ ആൾക്ക് വ്യക്തിക്ക് അവിടെ കയറാൻ എത്ര പൈസ വരുന്നത് നോക്കി നോക്കാം. നമ്മളെ ഇവിടെ ടിക്കറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ജീപ്പാണ്. അതായത് നമ്മൾ ബൊലേറോ ഉണ്ടല്ലോ, ബൊലേറോയാണ് ഇവിടെ നിന്ന് പോകാൻ മാർഗം. അതായത് ഒരു ജീപ്പിന് പെർ ഹെഡിന് 500 രൂപ. ഒരു ജീപ്പ് നമുക്ക് ചെയ്യാം. 3500 വണ്ടി ബുക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പോകാം. അല്ലെങ്കിൽ പെർ ഹെഡ്, അതായത് ഒരു വണ്ടിയിൽ 6 പേരാണ് അവർ പറയുന്നത്. അങ്ങനെ ആശ്രയം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. കാരണം വെച്ചാൽ ഒരാൾ കിട്ടില്ല, ഷെയർ ചെയ്യുന്ന ആളെ കിട്ടിയില്ല. ആൾ കിട്ടുന്നത്. പിന്നെ നമ്മൾ വണ്ടി ബുക്ക് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നാണ് ഈ പുറകിൽ കാണുന്ന സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ലൈഫ് ജാക്കറ്റ്, അതായത് അവിടെ എൻട്രി ചെയ്യണമെങ്കിൽ ലൈഫ് ജാക്കറ്റ് വേണം. ഒരു നമുക്ക് അവിടെ വല്ല അപകടം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാലം പോണ വഴിക്ക് നദിയൊക്കെ പുഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ലൈഫ് ജാക്കറ്റ് എന്തായാലും നിർബന്ധമാണ്. അതിന് ചാർജും ഉണ്ട്. 40 രൂപയാണ് ചാർജ് വരുന്നത് ലൈഫ് ജാക്കറ്റിന്. അത് വേണം. അപ്പോൾ ഞങ്ങൾക്ക് അതായത് നമ്മുടെ വണ്ടിക്ക് 3 പേരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൊത്തം 7 പേരാണ് വണ്ടിയിൽ ഷെയർ ചെയ്ത് പോകുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ബൊലേറോയാണ്. GA 12 TO 1X0 ഈ കാണുന്ന വണ്ടിയാണ്. നമ്മൾ ഇതിൽ കയറാൻ പോകട്ടോ. ബാക്കി കാണാം. നമ്മൾ വണ്ടിയിൽ കയറി അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മലയാളികളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടിയിൽ 3 പേരാണ്. അപ്പോൾ എന്തായാലും നല്ല കാര്യമായി. മലയാളികളെ കിട്ടി. നമ്മൾ ഈ കാണുന്ന പുഴ ഉണ്ടല്ലോ, അത് അത്യാവശ്യം വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ വേനൽക്കാലം ആയതുകൊണ്ടാണ് വെള്ളം പോകുന്നത്. ഇത്രയും ഫുള്ളായിട്ട് വെള്ളം ഉണ്ടാവും. ഇപ്പോൾ തീരെ വണ്ടി പോകുന്നത് ഫുള്ള് സമയമാണ്. എന്താ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് പാലത്തിൻ്റെ പണിയാണ് തോന്നുന്നത്. സംഘാത്ത് 300 രൂപ. നമ്മൾ ഫോറസ്റ്റ് ഏരിയക്ക് എൻട്രി ചെയ്തു. ഇവിടെ 100 രൂപ വെച്ചിട്ട്, അതായത് എൻട്രിക്ക് 100 രൂപ. അതുപോലെ തന്നെ ക്യാമറ യൂസ് ചെയ്യുന്നതിന് 200 രൂപ. അതായത് ക്യാമറ
ക്യാമറ യൂസ് ചെയ്യുന്നില്ല, അത് പറ്റില്ല. അവിടെ ചെക്ക് ചെയ്യും. അതിന് 200 രൂപ കൊടുക്കേണ്ടി വന്നു. ഞങ്ങൾ 7 പേരാണ് മൊത്തം. മലയാളികളുടെ വേറെ സെപ്പറേറ്റ് കിട്ടിയിട്ട് ഞങ്ങൾ 4 പേര്, അങ്ങനെ 7 പേര് പ്ലസ് നമ്മുടെ ചെറിയ കുട്ടി തരുന്നുണ്ട്. ഇവരാണ് പോകുന്നത്. കാട്ടിൻ്റെ കൂടെയാണ് പോകുന്നത്. ഏകദേശം ഒരു 6-7 മണിക്കുള്ളൂ. ശരിക്കും ഇവിടെ വരുന്നത് ശരിക്കും മഴക്കാലത്ത് വരേണ്ട നന്നാണ്. ശരിക്കും അതിൻ്റെ എൻജോയ് ചെയ്യാൻ അപ്പോൾ അത് വേനൽക്കാലമായ കാരണം എത്രത്തോളം ഇതുണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ഭംഗി ചോദിക്കാൻ പറ്റുമെന്ന് പറയില്ല. നല്ലത് കാണാം. ശരിക്കും നല്ല ഇവിടെ മഴക്കാലത്തിലും ഭയങ്കരമായിട്ട് വെള്ളം കയറിയ സ്ഥലത്ത് വെള്ളം കുറവായിട്ടാണ് പല വീഡിയോസും കണ്ടിട്ടുണ്ട്. വെള്ളം കയറിയുള്ള അവസ്ഥ വെള്ളം കുറവാണ് മഴക്കാലം. ഒരു 10 മിനിറ്റോളമായി കാട്ടിൻ്റെ ഉള്ളിലൂടെ പോകുന്നുണ്ടാവും. അതുവരെ മറ്റേ മൃഗങ്ങളെ മറ്റുള്ളതൊന്നും കണ്ടില്ല. ചെറിയ പറ്റി വരേണ്ട പുഴകളൊക്കെ കണ്ടു, അല്ലാതെ മൃഗങ്ങളെ പക്ഷികളൊന്നും കണ്ടില്ല. പിന്നെ ഇപ്പോൾ ഈ അവിടെ പോയി വരുന്ന വണ്ടികൾ ഇഷ്ടം പോലെ റിട്ടേൺ വരുന്നുണ്ട്. പിള്ളേർ കാൽനടയായിട്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ട്. ട്രക്കിങ്, അതായത് കാൽനടയായിട്ട് ചെറിയ വെള്ളം നദി പുഴയിൽ വെള്ളം കുറവാട്ടോ. റിട്ടേൺ വരുന്ന പോയി വരുന്ന ആൾക്കാരുടെ വണ്ടികളാണ്. ഇവിടെ പോയിട്ട് വാട്ടർഫാൾ കണ്ടിട്ട് തിരിച്ച് വരുന്ന ആൾക്കാരുടെ വണ്ടികളാണ്. ഒരു 2-3 കിലോമീറ്റർ പോകുന്നത് അവിടെ എത്താൻ. ആകെ കാൽപ്പനയാണ് നമ്മുടെ മലയാളികൾ നല്ല കുറച്ച് പേര് കയറിയിട്ടുണ്ട്. അവരായിട്ട് ഭയങ്കര ഡിസ്കഷൻ. ഞാൻ കേൾക്കണമെന്ന് എനിക്കറിയില്ല, എന്നാലും ക്ഷമിക്കുക. കാരണം അവര് എന്തൊക്കെയോ പറയുന്നുണ്ട്. ചെറിയൊരു ഗുഡ്സ് ട്രെയിൻ അപ്പുറത്ത് ട്രാക്കിനോട് പരലാന്ന് റോഡ് പോകുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് അറിയില്ല. ട്രാക്കും ഈ വഴിക്ക് പോകുന്ന വഴിയും ഒരേ പാരലായിട്ട് പോകുന്നുണ്ട്. ശരിക്കും നമ്മൾ സാധാരണ നമ്മുടെ മലയാളികളല്ല കുറേ പിള്ളേർ ട്രക്കിംഗ് ആയിട്ട് പോകാറുണ്ട്. ഈ ട്രാക്കിൽ കൂടെ കുരം സ്റ്റേഷനിൽ നടന്ന്, അതായത് 9 കിലോമീറ്ററാണ് ഇവിടെ നടക്കാനുള്ളത്. അവിടെ നിന്ന് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു ചുരുങ്ങിയതൊരു 2-3 മണിക്കൂറോ വേണ്ടിവരും അങ്ങനെ പോവുകയാണെങ്കിൽ. मंदिर है आगे, मंदिर है वहाँ मंदिर के पास तक अलाउड है। क्या करते हैं? हाँ मंदिर के पास। आपको नहीं, हम लोग का जो एरिया है ना उनको, हम लोग लोकल
കാടിൻ്റെ അകത്തൊരു അമ്പലം ഉണ്ട് കേട്ടോ. ഈ അമ്പലത്തിലേക്ക് വരാൻ ഇവിടുത്തെ ആൾക്കാർക്ക്, അതായത് ഈ ഇവിടുത്തെ ആൾക്കാർക്ക് അലോഡാണ്. അവർക്ക് ടൂ വീലറിച്ച് വരാം. പക്ഷെ നമ്മളെ പോലത്തെ പുറമേ നിന്ന് വരുന്ന ആൾക്കാർക്ക് കൊണ്ടു തരാൻ പറ്റില്ല. അവർക്ക് സെലറിയെ പോയിട്ട് ഇങ്ങനെ ഈ റോഡ് കൂടെ അത് ഞങ്ങൾ എത്ര ആൾക്കാർ കുറച്ച് ആൾക്കാർ ഇത് 5-7 ആൾക്കാർ കൂടി കാണുന്നുണ്ട്. ബാക്കിൽ ചക്ക അരി സാധനങ്ങളൊക്കെ അങ്ങനത്തെ എത്തിച്ചു പോകട്ടോ. കാട്ടിൽ കൂടെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ശരിക്ക് നമ്മൾ എന്താ പറയുക, വണ്ടിയിലെ യാത്ര വേറെ വെറൈറ്റി തന്നെ കേട്ടോ സംഭവം. അതായത് കുണ്ടും കുഴിയും കട്ടറൊക്കെ ചാടി നമ്മളിങ്ങനെ കാട്ടിനുള്ളിൽ കൂടെ രസമാണ് പോകാൻ. പിന്നെ ആൽബുറം ഇതൊക്കെ ഇടുക്കുകളാണ്. ഈ സൈഡ് മലകളും കാടും മരങ്ങളൊക്കെ ആയിട്ട് രസമാണ് കാട്ടിലുള്ള യാത്ര. നമ്മൾ ശരിക്കും എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വന്നാലേ തന്നെ പറയാം. നമ്മൾ വീഡിയോ കണ്ടുകൊണ്ട് നമുക്ക് തന്നെ ഒരു തൃപ്തി കിട്ടില്ല. എൻജോയ്മെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് തന്നെ വരണം. അതുകൂടെ നമ്മൾ റെയിൽവേ ലൈൻ പോകുന്നുണ്ട് കേട്ടോ. എന്താ പറയുക, ബാംഗ്ലൂർക്ക് പോകുന്ന ഗോവയിൽ നിന്ന് ബാംഗ്ലൂർ പോകുന്ന ലൈൻ അപ്പുറത്തു കൂടെ പോകുന്നത് ആ മലയുടെ മുകളിൽ കൂടെ. അവിടെ നമുക്ക് ദുദ്സാഗർ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ കിട്ടുന്നത് അവിടെ നിന്നാണ്. ഇവിടെ ചെറിയൊരു പുഴ ഉണ്ട് കേട്ടോ. ചെറിയ വെള്ളച്ചാട്ടമാണ് ഭാഗത്ത്. വെള്ളം കുറവാണ്, നിറയെ പാറക്കെട്ടുകളുണ്ട്, പാർക്കിലുകളാണ് ഇവിടെ ഉണ്ട്. ശരിക്കും ഇവിടെ മഴക്കാലത്ത് വരുന്നത് ഒരു ബ്യൂട്ടി. മഴക്കാലത്ത് വരണം. എനിക്ക് തോന്നുന്നത് 4ാമത്തെ അങ്ങോട്ട് പുഴയാണ് നമ്മൾ കണ്ടത്. റോഡ് മുറിച്ച് ക്രോസ് ആയി പോകുന്നു. വെള്ളം കുറവാണ് കൂടുതൽ. ഇവിടുത്തെ വെള്ളച്ചാട്ടമാണ്. ആ വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണുന്നുണ്ട് നമുക്ക് ഇവിടെ. വെള്ളം കുറവാണ്. ഇവിടുന്ന് ചെറിയൊരു വ്യൂ കിട്ടും നമുക്ക് വെള്ളച്ചാട്ടത്തിന് കേട്ടോ. അതിനെ ഞാൻ വിചാരിക്കണം. അവിടെ അതാ ഞങ്ങൾ ഫുള്ള് സെറ്റപ്പ് കേട്ടോ. ഫുൾ സെറ്റപ്പ് ഞങ്ങൾ സേഫ്റ്റി ജാക്കറ്റ് ന്യൂസിനടക്കം ഇത് കിട്ടി. സേഫ്റ്റി ജാക്കറ്റ് കിട്ടി. ന്യൂസേ അല്ലേ ഇവിടെ നോക്ക്. ഹായ് കൊടുത്ത ഹായ്. ദുദ്സാഗർ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രൻസ് ഉള്ളത് ഈ കാണുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടക്കാനുണ്ട്. മറ്റേ ഇത് ശരിക്കും കാണുമ്പോഴേ ഇതുപോലല്ലേ ജുറാസിക് പാർക്കില്ലേ, അതിൻ്റെ എൻട്രൻസ് പോലില്ലേ കാണുമ്പോൾ. ശരിക്കും നമ്മുടെ ജുറാസിക് പാർക്കിൻ്റെ ഒരു എൻട്രൻസ് ഇല്ലേ അപ്പോൾ അടുത്തത് അന്നത്തെ ഒരു എൻട്രൻസിൻ്റെ ഫീലാണ് കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ. അത് നിങ്ങളല്ലേ ഇവിടെ നിറയെ ജീപ്പുകളാട്ടോ. വന്ന ആൾക്കാരെ ജീപ്പുകൾ മൊത്തം 10-30 ജീപ്പ് ഉണ്ടാവും മൊത്തം. എൻട്രൻസ് മുതൽ ഇത്രയും ഇതുവരെ ജീപ്പുകൾ പാർക്ക് ചെയ്തിരിക്കുന്നു. ഫുള്ള് ബൊലാറയാണ് കേട്ടോ. ബൊലാറാണ്. വേറെ ഫോഴ്സിൻ്റെ 1-2 വണ്ടികൾ കാണുന്നുണ്ട്. പിന്നെ ബാക്കിയൊക്കെ ബൊലാറ തന്നെയാണ്.
ഇത്രയധികം വണ്ടികളാണ് ഇവിടെ പാർട്ടിയിൽ. വേഗം പറ്റാ, വേഗം കയറി കയറി പോ, സമയം പോടൂ. ഓ ഇനിയുണ്ട് വണ്ടികൾ, ഇത് നല്ല ഇഷ്ടമുള്ള വണ്ടികളുണ്ട് ഇവിടെ. ഇവിടെ വെള്ളം ചാടുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. ആൾക്കാരെ അവിടെ നിന്നൊക്കെ ഇവിടെ സ്റ്റെപ്പൊക്കെ ഉണ്ട് കേട്ടോ. സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് നമുക്ക് താഴോട്ട് പോവാം. താനൂസ് എന്തൊക്കെയോ പറയുന്നുണ്ട്. താനൂസ് ചെറിയൊരു ലൈഫ് ജാക്കറ്റ് ഉണ്ട്. എനിക്ക് 3 വയസ്സുള്ള കുട്ടിക്കുള്ള ലൈഫ് ജാക്കറ്റ് ഇടുന്നുണ്ട്. അത് എൻ്റെ ഭാഗ്യം. അതെ, ഫോറസ്റ്റിൻ്റെ ഭംഗി. ഈ ഫോറസ്റ്റ് മുഴുവൻ കാണാമെന്ന് പറഞ്ഞ പോലെ ഫോറസ്റ്റ് നല്ല ഭംഗിയിലിട്ടോ. വെള്ളമില്ലാത്ത കാരണം മൊത്തം പാറക്കെട്ട് കല്ലുകളും അങ്ങനെ സംഭവമാണുള്ളത്. കരിങ്കല്ലുകളും പാറക്കൂട്ടങ്ങളൊക്കെയാണെന്ന് അറിയാം. വെള്ളമില്ല, നമ്മൾ വന്ന ടൈം ശരിയായില്ല. ശരിക്ക് മാർച്ച് മാസം കഴിഞ്ഞ്, ഇപ്പോൾ മാർച്ച് ഏപ്രിൽ കഴിഞ്ഞിട്ടുള്ളൂ. നമുക്കൊരു ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബറിലൊക്കെ വന്നാലാണ് ഇവിടേക്ക് നിറയെ വെള്ളമാവും. ഇത്രയും ഭാഗം ശോചനീയാവസ്ഥയാണ് കേട്ടോ. നമ്മൾ വന്ന ടൈം ശരിയായില്ല. വെള്ളം തീരെ കുറവല്ലേ. വെള്ളം എന്ന് പറയുന്ന സംഭവമില്ല. ശരിക്കും മഴക്കാലത്ത് ഇവിടെ വരണം, എന്നാലും അതിൻ്റെ ആസ്വദിക്കാൻ പറ്റില്ല. വെള്ളം തീരെ ഇല്ല കേട്ടോ. ഫുള്ള് പാറക്കല്ലുകളാണ് ഇവിടെ. ശരിക്കും പറഞ്ഞേ ഈ ജൂൺ ജൂലൈ ആഗസ്റ്റ് മഴക്കാലം കഴിഞ്ഞിട്ടുള്ള അല്ല മഴക്കാലത്ത് വരുന്ന അടിപൊളിയായിട്ട്. നിന്റെ കടി കുറയ്ക്കൻ അനുവിൻ്റെ കടി മറ്റിലും കൂടെ 2 3 4 മക്കളും ഭാര്യയും ഒക്കെ ഉണ്ട്. അനുവിൻ്റെ കടി. അനുവിന് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോ. തനൂസേ അനുവിൻ്റെ കടി ഇതാ, അതിന് മുകളിൽ ഇതാക്കണു. അനുമേമയുടെ കടി കണ്ടില്ല. അതാ അനു മങ്കി ഉണ്ടോ? മങ്കി മങ്കി. നമ്മുടെ വെള്ളച്ചാട്ടം എന്താ ഇവിടെ നിന്ന് കണ്ടു തുടങ്ങിയിട്ടുണ്ട്. വെള്ളം കുറവട്ടോ. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ട യൂട്യൂബിൽ മറ്റേ കണ്ട വീഡിയോ പോലെ ഇതല്ല. അതായത് അത്രയും വെള്ളം ഇല്ല. ഈ വേനൽക്കാലം ആയതുകൊണ്ട് വെള്ളം കുറവാണ്. നമ്മൾ ദൂദ്സാഗറിൽ നിന്ന് കേൾക്കുമ്പോൾ തന്നെ അല്ല, അത് നമുക്ക് കേൾക്കുമ്പോൾ അതിനൊരു ഫീൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ വെള്ളച്ചാട്ടൻ്റെ ഒരു ഫീല്. അതിവിടെ എത്രത്തോളം കിട്ടും നമുക്കറിയില്ല. കാരണം വെച്ചാൽ അത്രയും വെള്ളം കുറവാണ് ഇവിടെ. അപ്പോൾ നമ്മുടെ പിള്ളേർ, വൈഫും അളിയനും പിള്ളേരൊക്കെ ഇതാ വന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊന്ന് ചർച്ചയിലാണ്. ഇറങ്ങണമൊക്കെ വേണ്ടത്. വെള്ളം നല്ല തെളിഞ്ഞ വെള്ളം കേട്ടോ ഇവിടെ. വലിയ വലിയ പാറക്കെട്ടുകളുണ്ട് ഇവിടെ. അത് രസമാണ് കാണാൻ. ഏറ്റവും ടോപ്പ് നിന്നാണ് വെള്ളം ചാടി വരുന്നത്. ശരിക്കും നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ആ ശബ്ദമുള്ളൂ. ആ വെള്ളം ചാടുന്ന ശബ്ദമൊക്കെ നല്ല അടിപൊളിയായിട്ട് കേൾക്കട്ടോ. അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാണ്.
മുകളിൽ ട്രാക്ക് പോകുന്നുണ്ട് അവിടെ റെയിൽ ട്രാക്കാണ് അത് നമ്മുടെ മെഡ്ഗൗണിൽ നിന്ന് ബാംഗ്ലൂർക്ക് പോകുന്ന റൂട്ടിലുള്ള ലൈനാണത്. നമ്മൾ അമരാവതി ട്രെയിനിന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ ദുദ്സാഗർ വാട്ടർഫോളിന് അടിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന ഈ പാലവും വെള്ളച്ചാട്ടം. എന്തായാലും സൂപ്പറാണ്. വെയിലുണ്ട്. ഇതിനൂടെയും നേരത്തെ വരാമായിരുന്നു നമുക്ക്. നമ്മൾ ഭാഗ്യത്തിന് ട്രെയിൻ പോകുന്നുണ്ട് പാലത്തിന് കൂടെ. എല്ലാവരും കൂവിയിട്ടുണ്ട് ട്രെയിൻ പോകുമ്പോൾ. 1 2 3 4 5 എൻജിൻ ഘടിപ്പിച്ച ഒരു ഗുഡ്സ് ട്രെയിനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം അടിപൊളിയിട്ടവിടെ. കാരണം ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനത്തെ വെള്ളം കുറഞ്ഞിട്ട് വരെ നമുക്ക് കാണുമ്പോൾ നല്ലൊരു ഭംഗി, എന്തൊരു കണ്ണിന് കുളിരുമ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ മഴക്കാലം വെള്ളമുള്ള ടൈമിലുള്ള അവസ്ഥ? കാരണം ശരിക്കും നമുക്ക് ഈ വെള്ളമൊക്കെ ആ ടോപ്പിൽ നിന്ന് വരുന്ന വെള്ളം ശരിക്കും ആ ട്രാക്കിൻ്റെ മുകളിലൂടെ ആ പോകുന്ന വണ്ടികളുടെ മുകളിലൂടെ ഇങ്ങനെ തെറിച്ച് വീഴുന്ന ഒരു സീൻ നമുക്ക് കാണാറുണ്ട് പല വീഡിയോസ് എടുത്ത് കഴിഞ്ഞാൽ. അത്രയും വെള്ളം വരാറുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ വേറൊരു ലെവൽ തന്നെയാണ്. നമുക്ക് അത്രയും ഭാഗ്യമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ അത് കാണാനുള്ള. നമ്മൾ വന്ന ടൈം ശരിയല്ല. ട്രെയിൻ ഭയങ്കര പതുക്കെ പോകേണ്ടി. എനിക്ക് തോന്നുന്നു ഒരു 20-30 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ. ഇതിന് വേണ്ടിയാണ് ലൈഫ് ജാക്കറ്റ് തന്നത്, ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ട്. പറ്റെങ്കിൽ നമ്മൾ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല, പറ്റെങ്കിൽ ഇറങ്ങണം. ഇതൊക്കെ വെള്ളം കുറവാണ് കണ്ടോ. വെള്ളം തീരെ കുറവാണ്. ശരിക്കും ഇതൊക്കെ ഫുള്ളായി കവർ ചെയ്യും വെള്ളം വന്നിട്ട് ഇവിടെ പാർക്കിട്ടുള്ളതൊക്കെ. നമ്മുടെ വൈഫ് ഇവിടെ എവിടെയോ പെട്ടിട്ടുണ്ട്. ഇതാ ദുദ്സാഗർ വെള്ളത്തിന് താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങ് ടോപ്പിൽ നിന്നാണ് വെള്ളം വരുന്നത്. എന്തായാലും വെറൈറ്റി ആയിട്ട് കേട്ടോ നമ്മുടെ കാഴ്ച. അടിപൊളി. നമ്മളൊന്ന് വെള്ളച്ചാട്ടത്തിൽ ഒന്ന് ജസ്റ്റ് കുളിച്ചിട്ടോ. അതായത് ഇപ്പോൾ ടൈം അലോട്ട്മെൻറ്റ് ടൈം 1:30 ടൈം. ബസ്സൊന്നും കൊണ്ടുവരില്ല. അപ്പോൾ നമ്മൾ കുറച്ച് പറഞ്ഞ് തിരിച്ചു വീട്ടിൽ ഒരു 10 മിനിറ്റ് നടക്കാണ്ട് വണ്ടി ഇടയ്ക്ക് ഒരു 1:30 എത്തണം.
പരിപാടി അടിപൊളി, വെള്ളത്തിൽ അടിപൊളി. ഒന്ന് വെള്ളത്തിലിറങ്ങി നീന്തായതോട്ട് അധികം വെള്ളത്തിലൊക്കെ ശ്രമിച്ചില്ല. അപ്പോൾ ഞങ്ങൾ നിർത്തിയിരിക്കുകയാണ്. ഓക്കെ, ബൈ ബൈ. അപ്പോൾ നമ്മൾ വാട്ടർഫാൾ കണ്ട് കഴിഞ്ഞ് റിട്ടേൺ പോവുകയാണ്. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഭാഗത്തേക്ക്. 1 മണി 1:30 ആവാറായി. എന്നാലും ഈ വരുന്ന ആൾക്കാർക്ക് ഒരു ക്ഷാമമില്ല. ആൾക്കാർ പിന്നെയും വന്നുകൊണ്ടിരിക്കുകയാണ്. ഫുൾ നല്ല തിരക്കുണ്ടോ, റഷാണ്. ഇന്ന് സൺഡേ അതുകൊണ്ടാണെന്ന് തോന്നുന്നു.